രാജ്യത്ത് CNG വിലയിലും വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് CNGക്ക് കൂട്ടിയിരിക്കുന്നത്. ദില്ലിയിൽ 79.09 രൂപയാണ് പുതുക്കിയ നിരക്ക്. ഇന്ധനവില വർധനയിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. പൊതുജനങ്ങളുടെ മേൽ മോദിയുടെ ചാട്ടവാറടിയെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മോദിയുടെ കൊള്ളയടി ആരംഭിക്കുന്നുവെന്നും വിമർശനം. നോവൽ മാരിക്കാരനുണ്ട്. നോവൽ മാരിക്കാരൻ, ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂലേ എന്നാണ് നാട്ടുകാർ ചോദിച്ചു തുടങ്ങുന്നത്. പെട്രോള്, ഡീസൽ, CNGയുടെ വിലയും കൂട്ടിയിരിക്കുന്നു. കോൺഗ്രസ് കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? അരുൺ, ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പെട്രോൾ, ഡീസൽ, അതിനു പിന്നാലെ ഇപ്പോൾ CNGക്കും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. കിലോഗ്രാമിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ദില്ലിയിലെ ഒരു വില എന്ന് പറയുന്നത് 79.09 രൂപയാണ്. സാധാരണഗതിയിൽ CNG ഒക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ടാക്സി വാഹനങ്ങളിലാണ്. അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ വില വർധന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ പ്രതിസന്ധി ഇത് അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. നിലവിലത്തെ സാഹചര്യത്തിൽ എണ്ണ കമ്പനികളുടെ ഈ പറഞ്ഞ 30,000 കോടിയുടെ പ്രതിമാസ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വില വർധന വന്നിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിശദീകരണം. അതുമാത്രമല്ല, ക്രൂഡ് ഓയിലിന്റെ വില ഇത്ര ഉയർന്നു നിൽക്കുന്നതും വലിയ പ്രതിസന്ധിയാണ് എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം അതിനു മുമ്പൊക്കെ പ്രതിപക്ഷം നിരന്തരം ഈ എണ്ണ പ്രതിസന്ധി ഉണ്ടാകും, വില വർധനയിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് മുൻകരുതൽ എടുക്കണമെന്നൊരു നിർദ്ദേശം ആദ്യഘട്ടം മുതൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ എന്താണെങ്കിലും വില വർധനയ്ക്ക് പിന്നാലെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തേക്ക് വന്നിരിക്കുന്നു. പൊതുജനങ്ങളുടെ മേലുള്ള ചാട്ടവാറുള്ള അടിയാണ് ഈ വില വർധന എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ വില വർദ്ധിപ്പിക്കില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു വാദം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തുടരുകയാണ് എന്നുകൂടി കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ആണെങ്കിലും ഈ വില വർധന, പ്രത്യേകിച്ച് ഡീസൽ വില വർധന വലിയ തരത്തിൽ ചരക്ക് നീക്കത്തെ ബാധിക്കും. വലിയ തരത്തിൽ അത് ചരക്ക്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ അവശ്യ സാധനങ്ങളുടെയൊക്കെ വില വർധനയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർദ്ധിച്ചാൽ അത് മറ്റ് സാധനങ്ങളുടെ വില വർധനയിലേക്ക് പോകും. അനുബന്ധ വില വർധനയ്ക്കുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രശ്നം.